ബാംഗ്ലൂരിൽ മലയാളികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വയനാട് എന്ന് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്നും 5 മണിക്കൂർ എടുത്ത് വയനാട്ടിലെത്തും. ഞാനൊക്കെ ആണെങ്കിലും ഒരു ഈവനിങ് ഒരു 5 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണിയായിട്ട് എത്തും. നമ്മൾ വിചാരിക്കും വയനാടിനെ നമ്മൾ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിലും ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ഫോർ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ കർണാടകയിലുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒന്നാണ് വയനാട് എന്ന് പറയുന്നത്. കാരണം അവർ നോക്കുന്നത് ഗ്രീനറിയാണ്, റിസോർട്ട്സ് ആണ്. ഒന്ന് ഫാമിലി ആയിട്ട് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് വയനാട്. അപ്പം എന്താ പറയുക, അതിനെ ഭയങ്കര ഒരു സംഭവമായിട്ട് തന്നെയാണ് നമ്മളൊഴികെ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും വയനാട് പോകുന്നതന്നെയല്ലേ, വേറൊരു സ്പേസ് ഉണ്ടെന്ന് നോക്കാറുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ കർണാടകയിലുള്ള ആളുകൾ IT-കാർ, ഏറ്റവും കൂടുതൽ IT-കാർ വീക്കെൻഡ്സ് ഇപ്പോൾ ഒരു സാറ്റർഡേ നൈറ്റോ അല്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് ഒരു 5 മണിക്ക് പുറപ്പെട്ട് രാത്രി 10 മണിക്ക് വയനാടെത്തും. ചുരം അല്ലെങ്കിൽ വൈത്തിരി ഭാഗത്ത് 10 മണിയാകുമ്പോഴത്തെത്തും. അവരവിടെ 2 ദിവസം സ്റ്റേ ചെയ്ത് ഞായറാഴ്ച നൈറ്റ് അല്ലെങ്കിൽ ഞായറാഴ്ച ഈവനിങ്ങോ അല്ലെങ്കിൽ ഞായറാഴ്ച നൈറ്റോ ആയിട്ടോ തിരിച്ച് പുറപ്പെട്ട് മൺഡേ മോർണിംഗ് ഓഫീസിലേക്ക് പോകുന്ന രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും കൂടുതലും ടൂറിസം ഇപ്പം വയനാടിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടക അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ നിന്നാണ്.